തൃശൂർ ചാലക്കുടിയിൽ കോൺഗ്രസിനെതിരെ UDF ഘടകകക്ഷികൾ രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം വേണ്ട പ്രാതിനിധ്യം നൽകിയില്ലെന്ന് വിമർശനം. കോൺഗ്രസിൻ്റേത് മാടമ്പിത്തര നടപടികളെന്നും കുറ്റപ്പെടുത്തൽ. പരാതി നൽകിയിട്ടും തലപ്പത്തിരിക്കുന്നവർ ഉറക്കം നടുക്കുകയാണെന്നും ഘടകകക്ഷികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇവിടെ വന്ന് പറയാൻ തുടങ്ങിയ സാഹചര്യം എന്ത്? അത് ഇപ്പോൾ UDF 5 ഘടകകക്ഷികളുടെ പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത്. അർഹമായ പരിഗണന എന്ന് പറഞ്ഞാൽ ഒരു UDF എന്ന് പറഞ്ഞാൽ അതൊരു സംവിധാനമാണ്. അത് ഈ പറഞ്ഞ 7 കക്ഷികൾ ഉൾപ്പെടുന്ന അറിയേണ്ടതും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ യോജിപ്പിച്ച് നിർത്തേണ്ടതും UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഒരു മാന്യത, ഒരു വലിയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പുലർത്തുന്ന ഇല്ല എന്നുള്ളത് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. സംഗതി നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ടീം UDF എന്ത് സുഖം കേൾക്കാൻ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഏതായാലും ടീം UDF അല്ല, ഒരുപക്ഷെ അതിൽ കോൺഗ്രസും ലീഗും ഒഴികെയുള്ള 5 ഘടകകക്ഷികൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലടക്കം UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം VD സതീശൻ അടക്കം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന UDF ഘടകകക്ഷികൾ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വെൽഫെയർ പാർട്ടിയുമാണ്. മറ്റ് ഘടകകക്ഷികളുടെ തണലല്ല ജയിച്ചു വരുന്നതെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഏതൊക്കെ പാർട്ടികളാണ് ഈ വാർത്താസമ്മേളനത്തിലൂടെ ഈ പ്രതിഷേധം അറിയിച്ചത്? സിജു, പ്രധാനമായും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള RSP, അതുപോലെ തന്നെ കേരള കോൺഗ്രസ്, CMP തുടങ്ങിയ സംഘടനകളാണ് ഇത്തരത്തിൽ UDFിനെതിരെയുള്ള കടുത്ത അതൃപ്തി പ്രകടമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വലിയ ഒരു തുറന്നുപറച്ചിലാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും. UDFിൻ്റെ സ്ഥാനാർത്ഥിയെ യാതൊരു കാരണവശാലും ഈ ഘടകകക്ഷികൾ പിന്തുണയ്ക്കില്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഈ ഘടകകക്ഷികൾക്ക് വേണ്ട പ്രാധാന്യം UDF നൽകിയില്ല എന്നാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത്. അതായത് ഒട്ടും ജനാധിപത്യ നടപടികളല്ല UDF പാലിക്കുന്നത്. പലപ്പോഴായിട്ട് ഇക്കാര്യം ജില്ലാ നേതൃത്വത്തെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ട് പോലും ഈ കോൺഗ്രസിൻ്റെയും UDFിലെയും തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഒരു ഉറക്കം നടിക്കുന്ന മട്ടിലാണെന്നും ഈ കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന മട്ടിലുമാണ് നടിക്കുന്നതും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അവരുടെ വഴിമാറിക്കൊണ്ട് ഒരു മാടമ്പിത്തരത്തിലേക്ക് നീങ്ങുകയാണെന്നും ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുകയാണെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെയുള്ള ചർച്ചകളിൽ, അത് കോർ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ പോലും ഈ ഘടകകക്ഷികളെ യാതൊരു വിധത്തിലുമുള്ള പരിഗണന നൽകുന്നില്ല, അർഹിക്കുന്ന പരിഗണന പോലും നൽകുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പലപ്പോഴായി പറയുന്നുണ്ട് ടീം UDF ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ അതെല്ലാം വെറുതെ പ്രഹസനം മാത്രമാണെന്നും ഘടകകക്ഷികളെ ഒരിടത്തും വേണ്ട രീതിയിൽ കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്നാണ് ഈ അംഗങ്ങൾ പറഞ്ഞത്. എന്തായാലും തെരഞ്ഞെടുപ്പ്, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ പ്രത്യാഘാതം കോൺഗ്രസും അതുപോലെ തന്നെ UDFും നേരിടേണ്ടി വരുമെന്നാണ് ഈ ഘടകകക്ഷികൾ പറഞ്ഞിട്ടുള്ളത്. RSP, അതുപോലെ തന്നെ CMP, കേരള കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളിലെ നേതാക്കളാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും അതുപോലെ തന്നെ UDFിനെതിരെയും ശക്തമായിട്ടുള്ള രീതിയിൽ തുറന്നടിച്ചിട്ടുള്ളത്. സാരംഗ്, ഇവർ ഒരുമിച്ച് പറഞ്ഞത് ഏകപക്ഷീയമായ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. പേരെടുത്ത് തന്നെ പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ മുന്നണിയുടെ നേതാവ് പറഞ്ഞത്, ആ ഘടകകക്ഷി നേതാവ് പറഞ്ഞത് ടീം UDF എത്ര സുന്ദരമായ പദമാണ്, പക്ഷേ ഒരു ടീം അല്ല UDF എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് ഈ പാർട്ടികളെ ഒന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല, പുല്ലുവിലയാണ് നൽകുന്നതെന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അത് ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ ടീം UDF ഒറ്റക്കെട്ടായിക്കൊണ്ട് നേരിടുമെന്നാണ്. എന്നാൽ ആ കാര്യം ഈ അംഗങ്ങൾ തന്നെ, അതായത് മറ്റ് ഘടകകക്ഷികൾ തന്നെ തള്ളുകയാണ്. പ്രധാനമായും വേണ്ട അടിസ്ഥാന രീതിയിലുള്ള പരിഗണന പോലും ഈ ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് നൽകുന്നില്ല എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് പരാതി അത് പല തരത്തിൽ പലപ്പോഴായിട്ട് അറിയിച്ചിട്ട് പോലും ഈ UDF കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾ യാതൊരു വിധത്തിലുള്ള പരിഗണനയും നൽകിയില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു മട്ടിലാണ് ഈ നേതാക്കൾ പെരുമാറുന്നത് എന്നും കൂടി പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അവഗണനയാണ് ഈ ചാലക്കുടിയിൽ ഈ ഘടകകക്ഷികൾ നേരിട്ടത്. അത് പലപ്പോഴായിട്ട് നേതൃത്വത്തെ അറിയിച്ചു, എന്നിട്ട് പോലും യാതൊരു വിധത്തിലുള്ള പരിഗണനയുമില്ല, അല്ലെങ്കിൽ അത് പരിഹരിക്കാനോ ഈ തങ്ങളുടെ പ്രശ്നങ്ങൾ നേതൃത്വം കേൾക്കാനോ തയ്യാറാകുന്നില്ല എന്നാണ് പ്രധാനമായും ഈ ഘടകകക്ഷി നേതാക്കൾ
നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്? സിജു. ശരി, സാരംഗാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ UDF-ലെ ഘടകകക്ഷികൾ രംഗത്ത് വന്നിരിക്കുന്നു. ലീഗും കോൺഗ്രസും ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലടക്കം സ്ഥാനാർത്ഥികൾ തോറ്റുപോകുമെന്നാണ് ഇപ്പോൾ ഘടകകക്ഷികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. വിവരങ്ങളാണ് സാരംഗ് നൽകിയത്.